ഗെയിമിങ് സെറ്റിങ്സ് അതേ എഴുതുന്നുണ്ട്. സോഡിയം ലേശം കൂടുന്ന കുറച്ചാളുടെ ഇപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സെറ്റപ്പ് അപ്പം വീണ്ടും ശ്രമം. പിന്നെ ഇത് വർക്ക് ആവേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരട്ടോ. നമ്മുടെ കയാക്കില്ലേ, നാക്ക് ചെറുതായിട്ടൊന്ന് കടിച്ചിട്ട് മുറിഞ്ഞ് പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ വർത്താനം പറയാൻ പറ്റത്തുള്ളൂ. സോറി. ഈ ഒരു സാധനം കണ്ടോ? ഈ ഒരു സാധനം പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താലാണ് ഇതാവുക. ഇതിപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താവാത്ത ഇനി വേറൊരു സാധനം വേണം. ആ സാധനമാണ് ഈ സാധനം. കാണിച്ചു തരാം. ഈ സാധനം കണ്ടോ? ഇത് വേണം. ഇനി ട്രേഡറിൻ്റെ ഷിപ്പ് വേണം. ഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ പണിയാണ്. ഷിപ്പ് കിട്ടിയിരിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഈ സാധനം നട്ടിട്ട് അതിൽ പൊട്ടറ്റോ വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് അതിൽ തൈ വന്നിട്ടുള്ളൂ. ഇനിയുണ്ട്. നീര് വെള്ളം ഉണ്ടല്ലോ, വെള്ളം കുടിച്ചേക്കാം. പിന്നെ വാട്ടർ ഇതൊക്കെ ബക്കറ്റെല്ലാം പൊട്ടിയാ. ഇവിടെ ഞാൻ ഇവരെയും തപ്പിക്കാൻ ഇപ്പം മറ്റേ ഇവനല്ലേ ട്രേഡർ അഥവാ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോയാലും. കാരണം ട്രേഡറിനൊക്കെ ആവശ്യമുണ്ട്. ട്രേഡർ ഇപ്പോൾ വന്നിട്ട് വേണം. അതിന് പൈസ ഉണ്ടാ? പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ഫ്രീ എന്നും പറഞ്ഞ് ഒരു സാധനം കണ്ടിട്ടുണ്ടാവും. നല്ല മാർക്ക് ചെയ്തിരുന്നുണ്ടാവും. അതേപോലെയാണ് പൈസേനെ കാണുന്നത്. അതേപോലെന്നല്ല, അതന്നെയാണ് പൈസ. എനിക്ക് അധികം വർത്താൻ അങ്ങനെ പറയാനാവില്ല. ഞാൻ അങ്ങനെ തട്ടുന്നുണ്ട് അങ്ങനെ നാക്ക്. ഇങ്ങനെയൊക്കെയാണ് ഒച്ചയെല്ലാം ഉണ്ടാവുക. പിന്നെ ബേസിക് ഇതിപ്പോൾ ഉണ്ടാക്കണം. എനിക്ക് അതിന് ഇത് വേണമല്ലേ. അഥവാ രക്ഷിക്കാൻ വന്നാലോ? റീലോടാക്ക് കിട്ടോ? എന്ത് റിയാക്ഷൻ ഉണ്ടാവും എന്ന് നോക്കിയേ. പോയി എന്ത് റിയാക്ഷനാണ്. എന്നിട്ട് അവർ കാണുന്നില്ലല്ലോ. ബുള്ളറ്റ് വാക്കാൻ താഴോടെ ഇതിൻ്റെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഡൗട്ടായിട്ട് കാണും. അതിനെ ഇപ്പം നോക്കിക്കൊണ്ടുവന്നേ. അതിനെ നോക്കിക്കൊണ്ട് വെക്കേണ്ടി വരും. എന്താ പറയുക, ഇവിടെ ബേസിക് ഞാൻ ഈ റെക്കോർഡ് കഴിഞ്ഞിട്ട് 2 ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. അതിനോട് ചില നേരത്ത് നിങ്ങളെൻ്റെ വീഡിയോ അത്ര ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാകും ചില വ്യത്യാസങ്ങളുണ്ട്. വ്യത്യാസം മീൻസ് ഞാൻ ഇവിടെ അങ്ങനെ കുറച്ച് പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെ കയ്യിൽ എന്തൊക്കെ ടൂളുണ്ടാവും. അവിടെ ഈ ഐലൻഡ് കാണാൻ ശരിക്കും ഇതിൻ്റെ ഗ്രാഫിക്സ് അങ്ങ് ഐലൻഡിലോട്ട് എത്തുമ്പോൾ ചെറുതായിട്ടങ്ങ് കുറയും. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ചെറുതായിട്ടൊന്നും കുറഞ്ഞു പോകും. ഈ കയാക്കില്ലേ ശരിക്കും നമ്മൾ ഇപ്പം ഒന്നും ഉണ്ടാക്കേണ്ട ഒരു സാധനമേ അല്ല. ഇതൊക്കെ അങ്ങ് ഒരു 6 പാർട്ട് എപ്പിസോഡ്, ഇതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡിലൊക്കെ ചെയ്യേണ്ട സാധനമാണ്. ഞാൻ ഇപ്പോഴേ ഈ 3ാമത്തെ പാർട്ടിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പറഞ്ഞിട്ട് എന്താ കാര്യമോ? നമുക്ക് എന്തായാലും ലേശം ഡെക്കറേഷൻ പരിപാടി വെക്കാമല്ലോ. ഡെക്കറേഷൻ ഐറ്റം ആയിട്ട് നമ്മളെ കയ്യിൽ ഡെക്കറേഷൻ ഐറ്റം ആയിട്ട് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടോ? കഴിക്കില്ല. ഞാനിതൊക്കെ നോക്കട്ടെ. ബിഗ് ജസ്റ്റ് പിന്നെ ഇതൊക്കെ റെക്കോർഡ് ചെയ്യാം കേട്ടോ. ഇത് മഴ പെയ്തിട്ടാണല്ലോ മഴ പെയ്റ്റ് വെള്ളം എടുക്കുന്നത്. പിന്നെ ഫോട്ടോ പോലത്തെ സാധനം. പിന്നെ ഇതൊക്കെ ഡെക്കറേഷനാണ്. ക്ലോക്കൊക്കെ ഡെക്കറേഷനാണ്. പിന്നെ ഷാർക്കുണ്ട്. ഇത് ഇതിനൊക്കെ ലെവൽ 23 വേണം. നമുക്കിപ്പോൾ കയ്യിൽ ഒതുങ്ങുന്ന 20 നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല. ഇതിൽ പിന്നെ നോക്കുക ചെയ്യണ്ട. ഇതിൽ ഒന്നും പറ്റില്ല. ഇതിനൊക്കെ എത്ര ലെവൽ വേണം? ലെവലേ വേണ്ട. ഇത് ഈ സാധനം വേണം. പിന്നെ മൊത്തം പറഞ്ഞാൽ കുടുങ്ങിയ അവസ്ഥയാണ്. ഇപ്പം മൊത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സാധനം കണ്ടാ ഇതാണ് ഡെക്കറേഷൻ ഫാസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് വെള്ളം പറഞ്ഞിടണം. എന്താല്ലേ റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതാണ് വെള്ളം കാരേണ്ട ബട്ടൺ. ാക്കിനോട് പോലെ എടുക്കില്ല. വേറെ ഏതെങ്കിലും ഒരു മീൻ അതിൻ്റെ അടുത്ത് കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഒടിക്കലുണ്ട്. അങ്ങനെ വെള്ളം നനച്ചിക്കില്ലേ പിന്നെ അത് പോവില്ല കേട്ടോ. അതിൽ 1 മിനിറ്റ് മുമ്പ് ഇതായി കിട്ടും.
വെള്ളം ഭയങ്കര അത്യാവശ്യമാണ്. അയ്യോ കുടിക്കുന്ന വെള്ളം തീർന്നില്ലേ? കുടിക്കുന്ന വെള്ളം പോയി കുടിക്കട്ടെ. പറയുന്നില്ല കേട്ടോ, ആയിട്ടില്ലായിരുന്നു അവിടെ. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുമല്ലോ, അന്നേരം നമുക്ക് സെറ്റാക്കണം. പിന്നെ അതിൻ്റെ എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ലേശം വലിച്ച് നീട്ടി വലിച്ച് ഇതാക്കി വെക്കുന്ന ഒരു എപ്പിസോഡാണ്. പിന്നെ നമ്മുടെ ബേസിൻ്റെ പണി എവിടെ എത്തിയെന്ന് ചോദിക്കുന്നവരൊന്നും അത് ചോദിക്കില്ല. എന്നാലും ഞാനങ്ങ് അറിയാണ് എവിടെ എത്തിയിട്ടില്ല ഗൈസ്. ഈ ഫ്ലോറ് നടന്ന സാധനം ഒരുപാട് ഇതാക്കണം. ഒരുപാട് മീൻസ് ഒരുപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഒരുപാടാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇത് ഇത്ര ആയാലും ഉണക്കം ഉണ്ടായി കൂടെന്ന് വിചാരിക്കും. പക്ഷെ ഇങ്ങനെയൊന്നും പോരാ ഗൈസ്. ഇതിലൊരു ഫാമൻ ഉണ്ടാക്കണം നമുക്ക്. എന്നിട്ട് ഫാമനുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്, എനിക്ക് പറ്റുമ്പോലെ ഞാൻ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ വ്യൂസ് കിട്ടുന്നുണ്ടോ എന്ന് ആയിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇല്ലാന്നായി പറയാം. കാരണം 22 13 വ്യൂസൊന്നും അല്ല എനിക്ക് കിട്ടുന്നത്. പിന്നെ മൈൻക്രാഫ്റ്റ് ഞാൻ ഇതിനാണ് ശരിക്കും വീഡിയോ എടുക്കുക. പിന്നെ മൈൻക്രാഫ്റ്റ് അതേപോലത്തെ ട്രേഡേഴ്സിനെ കണ്ടോ നിങ്ങൾ? ഞാൻ പറഞ്ഞത് അതേപോലത്തെ ട്രേഡേഴ്സിനെ കണ്ടോ? അവരെ കിട്ടിയൊരു കാര്യമില്ല കേട്ടോ. അവരെ ലൂട്ട് മാത്രമേ ഉണ്ടാവും, ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എടുക്കുന്നതിലേക്കും നമുക്കെന്തിനാ ട്രേഡിങ്, മറ്റേ ആ സാധനം ഉണ്ടാക്കാനാണ് സ്കാനർ. അതാകുമ്പോൾ നമുക്ക് ആയിരം പോയി ജീവിക്കാം. ഇതൊക്കെ കാര്യം മടി വെപ്പ്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇതിൻ്റെ ഓഷൻ സർവൈവലില്ലല്ലോ. ഇത്ര നേരം ആവൂനി 2 മിനിറ്റ് ഇനിയും വേണം ഗൈസ്. എന്ന് വെച്ചാൽ ഈ വീഡിയോ ആകുമ്പോൾ നമുക്ക് തിന്നാനുള്ള ഒരു ഇതുണ്ടാവും. വേമ്പ ഞാൻ അങ്ങോട്ട് പോയി പിടിച്ചോളാം. പിന്നെ ഇതിൽ പോന്നു ക്രാഫ്റ്റ് ആക്കിയില്ലേ? അല്ല അന്നേരം ഇതിലും ഉണ്ടല്ലോ ബേസിക്. പിന്നെ ഇതെന്താ? അതൊക്കെ എന്തൊക്കെയോ സാധനമാണ് കേട്ടോ. അതൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല. മൊത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനമാണ് ലീഫിൻ്റെ. ഈ ലേശം നാക്കുളിക്ക് പോവുക. ഞാൻ പറഞ്ഞ പോലെ ലേശം ഒരു പ്രശ്നമാണ്. ഈ വീഡിയോക്ക് എന്തായാലും നിങ്ങൾ യൂസ് ഒന്നും തരത്തില്ല, വേറെ കാര്യം. പിന്നെ ഈ സാധനം ഇവിടെ വീണ്ടും എക്സ്പെൻഡ് ചെയ്യാണ്. വുഡാണോ തീർന്നത്? വുഡല്ല, വുഡും ഇവിടെ എടുത്ത് കുറേ. ഫിഷ് ചെയ്യണം. ഫിഷിങ് ചെയ്യണം. നല്ല സെറ്റാവത്തില്ല. എൻ്റെ ഫുഡിൻ്റെ തീരാനായിട്ടാ. 2 തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. 7 മിനിറ്റായി വീഡിയോ, 20 മിനിറ്റ് വരെ ഉണ്ടാവും. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം ഒട്ടും ഇല്ല കേട്ടോ. ഞാൻ ഡെയിലി വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാണ്ടാണ് ഇടുന്നത്. നിങ്ങൾ ഞാൻ ആലോചിക്കുക, ഞാൻ തീറ്റ കൊണ്ടുവരാണോ? വേഗം മീൻ കുടുങ്ങും. മീൻ തന്നെ ആവണേ, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞ കാര്യം ഉണ്ടാവില്ല. എന്നെ കൊണ്ട് ഓരോ കഷ്ടങ്ങൾ. ഉദ്ദേശം വലിയ മീനാണ് കിട്ടുന്നത്. ഈ മീനിൽ തിന്നിട്ടുണ്ട് എൻ്റെ ഒരു 1/4 ഭാഗം ആവില്ല. ഈ സാധനം തിന്നണം കേട്ടോ. ഈ സാധനം തിന്നണ്ടാണ് 1/4 തിന്നേണ്ടി വരും. അതിന് മുന്നേ ആവൂല എന്തായാലും. എന്നാലും മുഴുത്തുമ്പോൾ നമുക്ക് ആക്കിയാൽ പോരാ. 1 മിനിറ്റ് ഉണ്ട് കേട്ടോ ആ സാധനം. ഓക്കെ, 1 മിനിറ്റ് കാണിച്ചിട്ടുണ്ടോ? ലിഫുവാ കറണ്ട് അയച്ചോ. എത്ര കാര്യം വേണം എനിക്ക്? അതിൽ തീരും കേട്ടോ. അടുത്ത തീരാൻ പറ്റില്ല. എൻ്റെ വുഡിൻ്റെ കളക്ഷൻ ലേശം കൊണ്ടിരിക്കുന്നു. ആ മീനെ കിട്ടി. ഒരു പിടിക്ക് 2 പക്ഷി. ഇതാ ഞാൻ പറഞ്ഞത്. ഞാൻ അന്നേരം പോസ് നോക്കിപ്പോയി. ഞാൻ കാണിച്ചില്ലേ. നിങ്ങളിപ്പോൾ അങ്ങനെ കിട്ടിയിട്ടില്ല എന്നൊന്നും പറയണ്ട. അതാ ഈ മീൻ ഇതാ കാണുന്നുണ്ടാവേ. അല്ലെങ്കിൽ ഞാൻ ഇത് പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഫിഷായി. ഏത് വേറെ മീനാവട്ടെ. ഈ മീനാട്ടോ ഞാൻ ഇപ്പോൾ വെച്ച് കുക്ക് പോരട്ടെ. ഈ മീൻ കടിച്ച് മൊത്തം തിന്നെ. ആക്ച്വലി കുറേ സമയം അറ്റാക്കിങ് തുടങ്ങിയ പണ്ടാരക്കല്ലേ. എവിടെ ഇതിനെ ഇതിലൂടെയൊക്കെയാണോ വരുന്നത്? ഞാനൊന്ന് പറയല്ലേ ലേശം മുന്നേ. അവൻ കടിച്ച് കീറി വന്നിട്ട് പറയുന്നുണ്ട്. ഇതാ ഇഷ്ടപ്പെടാത്ത. കടിച്ച് കീറി വരൂ എന്നിട്ട് പറയൂ ഇവന്മാർ. കടിച്ച് തുടങ്ങിയിട്ടാണ് പറയുക. അതിന് മുന്നേ പറയുകയാണെങ്കിൽ ഞാനിട്ട് കാണില്ല. ഇനിയും വേണം കയറില്ലേ.
ഷാർക്കിനെ ഞാൻ തളിക്കും മോനെ. ഷാർക്കിനെ പൂട്ടാണെന്നെങ്കിലും പോയി ഞാൻ കണ്ടത്. അതിന് അയലിൻ്റെ പോയി ഒരു സീനുമില്ല. ഷാർക്കും ഉണ്ടാവില്ല, ഒരു തുള്ളി ശല്യം ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് കളിക്കുന്നത്? എൻ്റെ ഡ്രസ്സിന് ഭയങ്കര ഡ്രൈവാണ് ഇതിൻ്റെ. ഞാൻ വിചാരിച്ച ഈ ലീഫ് 10 എൻ്റെ അടുത്തുണ്ടായിന്. ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ. അപ്പോൾ അങ്ങനെയാണല്ലോ. ഓ, ആ ക്ലൈമറ്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ക്ലൈമറ്റ് വരുമ്പോൾ ഞാൻ വീഡിയോ എടുത്തൊക്കെ. ഒരു സെറ്റ് ക്ലൈമറ്റ് ആട്ടെ. ഇടി, മിന്നൽ, മഴ, കുടുങ്ങി ക്ലൈമറ്റ്. അങ്ങനെ ഭയങ്കര ക്ലൈമറ്റ്, വല്ലാതെ ക്ലൈമറ്റ് എന്നുവെച്ചാൽ അങ്ങനെയല്ല. ഞാൻ ഡഫാട്ടോ ഈ ക്ലൈമറ്റിൽ. ബെഡ് ഇല്ലെങ്കിൽ ട്രേഡർ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ സെറ്റാണ്. ആ ട്രേഡർ, ഓ ആ മണീൻ്റെ ആ സാധനം കാണിക്കുന്ന ആ ട്രേഡർ എന്ന് തോന്നുന്നു. ഇപ്പോൾ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണെന്നാണ് ഗൈസ് എൻ്റെ ഒരു വിശ്വാസം. മിക്കവാറും അങ്ങനെ അതായിരിക്കും മിക്കവാറും ട്രേഡർ എന്ന് തോന്നുന്നു. ഇത് ട്രേഡർ അല്ലേ? അതന്നെയാണ്, ഒരു ട്രേഡർ അല്ല. അത് ലൂട്ട് എടുക്കാൻ വെറുതെ ഒരു ഷിപ്പ് മേടിക്കൂടെ അതന്നെ. ഓക്കെ, ഒരു കറക്റ്റ് 20 മിനിറ്റ് വരാം. ഓക്കെ, ലൈഫ് കിട്ടിയിട്ടുണ്ടോന്ന് ഞാൻ ഈ അടുത്ത ഈ എപ്പിസോഡിൽ ഞാൻ തളയ്ക്കുന്നില്ല പറഞ്ഞല്ലേ. തളയ്ക്കാൻ ടൈം ആയിട്ടില്ല. അതിലും കയറി ടൈമുണ്ട്. വെയിറ്റ് സി. ഇപ്പോഴല്ല, 2-3 എപ്പിസോഡ് കഴിഞ്ഞിട്ട് നമുക്ക് തളയ്ക്കാൻ കഴിയും. നിങ്ങളെന്തിനാ പേടിക്കുന്നത്? ഒന്നുകൂടി അറ്റാക്ക് വരുമ്പോൾ കറക്റ്റ് ടൈമിന് അപ്പം തന്നെ ഇട്ട് കൊടുക്കണം. അന്നേരം അറ്റാക്ക് ഒന്നുകൂടി ഉണ്ടാക്കി വെക്കട്ടെ. നമുക്ക് പണിയുണ്ട്. ഞാൻ അടുത്ത എപ്പിസോഡിൽ ഓനെ തളയ്ക്കുമെന്ന് പറഞ്ഞാൽ തളയ്ക്കും. നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ഏകദേശം ഒരു 50 വ്യൂസെങ്കിലും കിട്ടുകയാണെങ്കിൽ 100% ഉറപ്പ് ഞാൻ ഓനെ അടുത്ത എപ്പിസോഡിൽ തളച്ചിരിക്കും. കറക്റ്റാണേ. 50 വ്യൂസ് കിട്ടണം. 50 കൂടുതലായാലും കുഴപ്പമില്ല. 50 കുറവായിരുന്നു. ഒറ്റ വ്യൂസ് കുറവ്. 49 ആണെങ്കിൽ പറ്റും, 48 ആണെങ്കിലും പറ്റും. ആണ് പറ്റൂല. അങ്ങനെ ടഫാണ് കേട്ടോ. കാരണം ചാർജിനെ പിടിക്കാൻ ലേശം പണി തന്നെയാണ് കേട്ടോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വെള്ളം കയ്യിലുണ്ടായിട്ട് കുടിക്കാണ്ടിരിക്കുന്ന ഞാൻ മാത്രമേ. ഓ ക്ലൈമറ്റ് വരുന്നുണ്ട്. അയ്യോ, ഇതെല്ലാം ഇടണ്ടേ. തെറ്റടി ഇവിടെ തെറ്റടിക്കണം. ഞാൻ മറ്റേതെടുത്തിട്ട് നിൽക്കുന്നേ. ഓ, ക്ലൈമറ്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഐ സി. അന്നേരം ഇത് 20 മിനിറ്റിന് കൂടുതലുണ്ട്. അത് വെള്ളമെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഫുഡ് ഇതെല്ലാം നോക്കട്ടെ. അല്ലാണ്ട് ഇത് വർക്കാവില്ല, നടക്കൂലൊന്നും. വേഗം വാട്ടർ ബോട്ടിലേ ഉള്ളൂ, വെള്ളമല്ലേ. ഒരു ട്രേഡർ ഉണ്ടായിരുന്നല്ലോ മാക്കാച്ചി. അത് അങ്ങോട്ട് പോകുന്ന മാക്കാച്ചി. എനിക്ക് ഇങ്ങോട്ട് വരുന്ന മാക്കാച്ചിനെ മതി. ശരിക്കും ഞാനൊരു മണ്ടത്തരം ചെയ്തേ സത്യം പറഞ്ഞാൽ. മറ്റേതില്ലേ, ഞാൻ എൻ്റെ ടാബിൽ കളിക്കുമ്പോൾ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയോ? ഈ സാധനങ്ങളില്ലേ, ഇതെല്ലാം അറ്റത്ത് ഞാൻ ഈ അറ്റത്താണ് കൊണ്ടുവയ്ക്കുക. ഷാർക്കിന് നടുവിൽ അറ്റേക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇത് അറ്റത്ത് വന്ന് അറ്റേക്ക് ചെയ്യൂ. ഈ ഒരൊറ്റ ബ്ലോക്കല്ലേ പോവുക. അറ്റേക്ക് തന്നെ ബ്ലോക്ക് എന്നുവെച്ചാൽ ഇവിടെ തൊട്ട് ഇവിടം വരെ ഒരു ബ്ലോക്കാണ്. ഈ ഒരൊറ്റ ബ്ലോക്കിന് പകരം ഞാൻ എന്തൊക്കെ കളയുമെന്നറിയാം. ഇവിടെ ഒരു ബെഡ് ഉണ്ടാവും മിക്കവാറും. അല്ലെങ്കിൽ ഈ 2 സാധനം മെയിനായിട്ട് പോകും. എൻ്റെ ഈ സാധനം കണ്ട, ഈ സാധനമൊക്കെ ഞാൻ കൊണ്ടുവച്ച് കളഞ്ഞിരിക്കുകയാണ് കുറേ പ്രാവശ്യം. എത്ര പ്രാവശ്യം എണ്ണമില്ലാതെ അത്രയും പ്രാവശ്യം ഞാൻ അങ്ങനെ കളഞ്ഞു. അയ്യോ, വാട്ടർ ബോട്ടിൽ പൊട്ടി. എണ്ണമില്ലാതെ എത്ര പ്രാവശ്യം ഞാൻ കളഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഈ അറ്റത്ത് തന്നെ കൊണ്ടുപോകും 2 എണ്ണം. ഇതിപ്പോൾ ഇവിടെ വെച്ചിട്ടില്ലേ, അതേപോലെ ഇതിപ്പോൾ ഒരു ബ്ലോക്കാട്ടോ. ഇതിപ്പോൾ അല്ലല്ല, ഇതൊരു ബ്ലോക്കല്ല. ഈ സാധനം എടുത്ത് മാറ്റിയിട്ട് ഇവിടെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബ്ലോക്കാവും. ഇവിടെ വേണ്ട, അതൊരു ബ്ലോക്കല്ല കേട്ടോ. അതൊരു ബ്ലോക്ക്. അത് 2 ബ്ലോക്ക് ആണ്. അന്നേരം ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ബ്ലോക്കൊന്നുമില്ല. ഇവിടെ അടുപ്പിച്ചിട്ടല്ലേ. ഒരു മിനിറ്റ്. ഇതിപ്പോൾ ഒരു ബ്ലോക്കാണ്. ഇവിടം വരെ ഇതിപ്പോൾ ഒരു ബ്ലോക്കാണ്. അതേമാതിരി ഞാൻ ആടെ മാത്രം എല്ലാം കൊണ്ടുവെക്കും. അന്നേരം എന്താക്കും, ഷാർക്ക് വന്നിട്ടേക്ക് ഞാൻ എന്താക്കും. ആക്ച്വലി എൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ടും അങ്ങോട്ടും കൂടി എക്സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈം ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അടുത്ത എപ്പിസോഡിൽ നമ്മളെ ബേസ് ഇങ്ങനെ ഫ്ലോർ ഇതാക്കുന്നില്ലേ, അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും വലുതായിട്ടുണ്ട് അല്ലേ. ലേശം ഇങ്ങോട്ടും അങ്ങോട്ടും മതി. പിന്നെ
ആക്കാൻ പറ്റില്ല. നമ്മൾ എടാ ഓ മൈ ഗോഡ് ഇതാ മോനെ ഞാൻ തിളച്ചെടുത്ത വെണ്ടക്കല എന്താ ഞാൻ പറയാ അതെന്നാ മനസ്സിലായില്ല. എന്തേലും പൊട്ടറ്റോ ആ അടുത്ത എപ്പിസോഡ് മിക്കവാറും മൈൻക്രാഫ്റ്റിൻ്റെ ആയിരിക്കേ. സാറൊന്നും വേണടാ നിനക്ക്. ഇതെന്താ സാധനം സത്യം പറഞ്ഞിട്ട് വളം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ മനസ്സിലായല്ലോ. ആ ക്ലൈമറ്റ് വരത്തില്ല കേട്ടോ, അത് രാത്രി ആയിട്ട്. ഷാർക്കിനെ പറ്റിച്ചാലോ. വെള്ളത്തിൻ്റെ ഇത് കാണിക്കുന്ന കൂടിയില്ല, കളിയാക്കലെന്നെ. ഒക്കെ മാറ്റി പോടാ, വെള്ളം കുടിക്കടാ, ചാവല്ലേലും. ഞാനങ്ങനെ ചാവുകയും ചെയ്തിരിക്കും. ഒരു പ്രാവശ്യം ഞാൻ എപ്പിസോഡ് തന്നെ എത്തിക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാനല്ല കാര്യം. ആക്ച്വലി ആ ക്ലൈമറ്റ് വരുന്നുണ്ടോ, പാട്ടെല്ലാം ചെറുതായിട്ട് മാറുന്നുണ്ടോ. ബക്കറ്റ് പൊട്ടിയാ? ഇതെന്തൊക്കെയാണ് പൊട്ടുന്നത്? എൻ്റെ സാധനം പൊട്ടിപ്പിക്കാനായിട്ട്, എൻ്റെ ഉള്ള എല്ലാ സംഭവവും പൊട്ടിപ്പിക്കാനായിട്ടുണ്ടായൊരു ജന്മം. സോറി, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പാട്ട് കേട്ടിട്ടൊന്ന് മാറിപ്പോയതാണ്. ആ പാട്ട് നിങ്ങൾ കേൾക്കാനുണ്ടെങ്കിൽ ആ പാട്ടിൻ്റെ പേരും ആ പാട്ട് ആരെയാ പാടിയേ, ഇന്ത്യക്കാരനാണോ, അതെല്ലാം കമൻറ്റ് ചെയ്യണേ. വെറുതെ ഒരു സുഖം, ഒരു ചാലഞ്ചായിട്ട് കൂട്ടിയാൽ മതി. എന്തായാലും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനെന്തായാലും മിണ്ടാണ്ടിരിക്കാം. ആക്ച്വലി ചിലപ്പോഴേ കേൾക്കുന്നുണ്ടാവും കേട്ടോ, എനിക്കത്ര ഉറപ്പില്ല. അതിനോണ്ട് നിങ്ങളിപ്പോൾ അത്ര കേൾക്കണ്ട, എനിക്ക് ഉറപ്പില്ല കേട്ടോ, അതിനോണ്ടാണ്. എന്തായാലും ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ വരുന്നുണ്ടാവും. ഈ ഞായറും ശനിയും മാത്രമേ എനിക്കിങ്ങനെ ഡെയിലി വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. ഡെയിലി ആവും, ഏകദേശം ഒരു ഡെയിലി ആണ്. ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുക, എന്നിട്ട് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുക. ഇത് വിട്ടിട്ടാ ബാക്ക്ഗ്രൗണ്ട് പാട്ടിലുള്ള അതിലേക്ക് കേൾക്കും. നിങ്ങളൊന്നും സമയം കണ്ടല്ലോ, എനിക്ക് 2 കേട്ടോ. രാവിലെ അല്ലേ, രാത്രി. ഞാൻ സാധാരണ 12 മണിക്കൊക്കെ എഡിറ്റ് ചെയ്യും. 12 മണിക്ക്. ഇന്നിപ്പോൾ സമയം ഉണ്ടോയെന്ന് അറിയാം എഡിറ്റ് ചെയ്യാനുള്ള. കറക്റ്റ് 20 മിനിറ്റ് ഞാൻ ഈ വീഡിയോ നിർത്തുകയും ചെയ്യും. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ 20 മിനിറ്റ് ചെയ്യാൻ കാരണം കാരണമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എത്ര കയറുവാണ് ഇനി? 2 കയറും കൂടി ആണ്. 2 കയറുള്ള ലീഫ്, ഒറ്റ കയറും കൂടി ഞാൻ ഡെയിലി ഞാനൊന്നും വെച്ചില്ലല്ലോ. അതിൽ സീഡിന് വേണ്ടേ? സീഡായിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് വെക്കാനാവും. ഞാൻ എങ്ങനെയാണ് വെച്ചേ? ഇതെടുത്ത് അതിലേക്ക് വെക്കുകയാണ് ചെയ്യല്. അല്ലടേ എടി, ഒറ്റ സീഡ് ഇട്ടാൽ അത് വീണ്ടും വളർന്ന് വന്നുകൊണ്ടിരിക്കും. ചെറുതായിട്ട് കണ്ടുപോകില്ല അതന്നെ. ആക്ച്വലി ഇതല്ലേ ഞാൻ ഇട്ടത്, കുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? യെസ്, അത് ഞാൻ തിന്നാൻ പോവാണ് കേട്ടോ. ഞാൻ ഈ ഉണ്ടാക്കിയൊരു ഇതില്ലേ, ഇതിലേക്ക് കയറും. ഞാനിത് ആദ്യം ഞാൻ അതിൽ വിത്ത് മുളപ്പിച്ച ആ സാധനത്തിന് എവിടെയാ എടാ ഈ നായക്കാട്ടത്തിന് ഇവനെ കൊല്ലൂ കേട്ടോ. ഞാൻ അടുത്ത എപ്പിസോഡിൽ എന്തായാലും പോ ലേശം 2 മിനിറ്റ് മുന്നേ പറഞ്ഞോണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫ്രൈ ആയിക്കുണ്ടാവും. ഇപ്പോൾ വേഗം ആ പൊട്ടറ്റോ തിന്നിട്ട് ഞാൻ എന്തായാലും അവസാനിപ്പിക്കുന്നത്. വേഗം അന്നേരം 1 മിനിറ്റ് എക്സ്ട്രാ ഉണ്ടാവും. ഇല്ലല്ലോ, 15 സെക്കൻഡ്. കുഴപ്പമില്ല.
20 മിനിറ്റ് ആയിട്ടുണ്ട്. 20 മിനിറ്റ് എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 മിനിറ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടും. ഓക്കെ, അതങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 2 എണ്ണമായിട്ട് കൂട്ടിയിട്ടാണല്ലേ. ഇതിൽ ഫസ്റ്റ് തിന്നുന്നതായിരിക്കും ഞാനിപ്പോൾ കുക്ക് ചെയ്തത്. എൻ്റെ ഏതോ മോനോ ടേസ്റ്റ്, ലോകത്ത് ഞാൻ ഇതുവരെ തിന്നൽ ഏറ്റവും ടേസ്റ്റ് അതാ. ഇപ്പോൾ എൻ്റെ മുഖം കാണുമോ? ഇല്ലല്ല, കാണും. ഹലോ ഗായ്, ഞാൻ ഇൻട്രോ എടുക്കല. ഗൈസ്, നമ്മളെന്താ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ എൻ്റെ മുഖം കണ്ടോട്ടെ. അപ്പോൾ ഗൈസ്, നമ്മളെന്താ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവൻ ചാടുന്നുണ്ടോ? അവൻ മറ്റേ സ്പൈഡർമാനാണ്. ഇവൻ ചാടുന്ന ചാട്ടം കണ്ടാ? ഇവനെ അറിയില്ല. കണ്ടാ ചാടുന്ന ചാട്ടം കണ്ടാ? ഇവനില്ലേലും ഇങ്ങനെ ചാടിയിട്ട് നിങ്ങളെ കൊല്ലും. പുതിയ നാട്ടിലെ സ്പൈഡർമാനാണ്. പിന്നെ അപ്പം വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. ബൂസ്റ്റ് ചെയ്യല, പവർ ബൂസ്റ്റ് ചെയ്യലാണ്. അതെ, റിയലിസ്റ്റിക് കൂടിപ്പോയി എൻ്റെ കുറവാണ്. ഇപ്പം വെള്ളം കോരി വയ്ക്കുന്നുണ്ടോ? അതും കൂടി കണ്ടിട്ട് പോയിക്കും. ഞാൻ കാണിച്ചതേ, വെള്ളം കോരി വയ്ക്കുന്നുണ്ട്. കോമഡി ആയിരിക്കും. റിയലിസ്റ്റിക് ഉണ്ട് കേട്ടോ. കണ്ടാ നിലത്തോട്ടാണ് ഒഴിക്കുന്നേ. കള്ള കുസുറു വെറുതെ അല്ല എൻ്റെ വെള്ളം മൊത്തം പോകുന്നത്. അപ്പോൾ ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ.